ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. ഇന്നത്തെ എൻ്റെ ഈ സന്തോഷത്തിന് കാരണം ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവമാണ്. അതായത് തുറവൂര് കേരള ആദിത്യപുര ക്ഷേത്രത്തിലെ ഉത്സവം തുടങ്ങി. കൃഷ്ണൻ്റെ അമ്പലമാകട്ടോ, നിങ്ങൾക്കൊക്കെ പേര് കേട്ട ഒരു അമ്പലമാണ്. അപ്പം അവിടെ ഇന്ന് 9 ആന ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പം ഭയങ്കര ഉത്സവം, ജനം കാരണം നമുക്ക് അടുക്കാൻ വയ്യ. എന്നിട്ട് പോലും എന്നെ ഒരുപാട് പേര് തിരിച്ചറിയുകയും എൻ്റെ അടുക്കൽ ഓടി വരികയും ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തു. അപ്പം അതിലൊരു പ്രായമായ അമ്മച്ചിയും ഒരപ്പച്ചനും കൂടി വന്ന് എൻ്റെ അടുത്ത് വന്ന്, മോളെ നിന്നെ ഞങ്ങൾ ഒത്തിരി ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു മോളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കീഴാർനെല്ലിയുടെ ഷുഗർ പറയാനുള്ള മെഡിസിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പം ഞാനും ഇവളും ഇതാകട്ടോ മോളെ കഴിക്കുന്ന, ക്ഷീണത്തിനൊക്കെ ഒത്തിരി കുറവുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇത് പറയുന്നത് കേട്ടോണ്ടുണ്ടല്ലോ, ഒരു പുള്ളിക്കാരി തൊട്ടടുത്ത് നിൽപ്പുണ്ടായിരുന്നു, ഒരു 60-65 വയസ്സുള്ള. ഉടനെ പറഞ്ഞ് ഈ കീഴാർനെല്ലി വളരെ നല്ലതാണ്, മഞ്ഞപ്പിത്തത്തിനും ഒക്കെ കൊള്ളാം. പക്ഷെ അതുപോലെ തന്നെയാണ് ഈ ഷുഗറിനും BP-ക്കും അതുപോലെ തന്നെ കൊളസ്ട്രോളിനും ഒക്കെ പറ്റിയത് ഒരു മെഡിസിൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അപ്പോൾ അതൊന്ന് ഇട്ട് നോക്ക്, അപ്പോൾ അത് ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെട്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞത് ഇത്രയാണ്: ഷുഗർ, കൊളസ്ട്രോള്, BP, പിന്നെ യൂറിക് ആസിഡ്, ഈ 4 കൂട്ടത്തിന് ഈ ഒരൊറ്റ മരുന്ന് മതിയെന്ന് പറഞ്ഞു. വലിയ കാശുമുടക്കൊന്നും ഉള്ളതല്ലെന്ന് പറഞ്ഞു. നമ്മൾ രാവിലെ ഏറ്റിട്ട് അടുത്ത് എവിടെയായിരുന്നു തലേദിവസം ഓടിച്ച് വെക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം രാവിലെ ഏറ്റിട്ട് നമ്മുടെ കപ്പളമില്ലേ, ഞങ്ങളുടെയൊക്കെ നാട്ടിലോട്ട് കപ്പളം എന്നാണ് പറയുന്നത്, പക്ഷേ ഈ നാട്ടിലോട്ട് പപ്പരം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പൂവ് എന്ന് വെച്ചാൽ വിരിഞ്ഞിങ്ങനെ പോയ പൂവ് എടുക്കരുത്. ഇങ്ങനെ പൂ വിരിയാനായിട്ട് ഇങ്ങനെ കൂമ്പി വരുമല്ലോ കപ്പളത്തിൻ്റെ, അപ്പോൾ ആ പൂവ് ഇങ്ങനെ ഒടിച്ചെടുക്കുക. ഒരാൾക്കാണെങ്കിൽ 7 പൂ ഒടിച്ചെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഈ 1/2 ഗ്ലാസ് മാത്രം പറ്റിയാൽ മതി. അപ്പോൾ ഈ 1.5 ഗ്ലാസ് വെള്ളം അടുപ്പിൽ വെക്കുമ്പം തന്നെ ഈ 7 പൂ ഇതിൻ്റെ അകത്ത് ഇടണമെന്ന് പറഞ്ഞു. ഈ 7 പൂ ഇട്ടതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളം പറ്റിയിട്ട് 1 ഗ്ലാസ് വെള്ളം ആയി കഴിയുമ്പം അരിച്ചെടുത്തിട്ട് ചെറു ചൂടിൽ വെറും വയറ്റിൽ തന്നെ രാവിലെ കഴിക്കണം കേട്ടോ. അതിനുശേഷം 1 മണിക്കൂറിന് കഴിഞ്ഞ് വേറെ ഭക്ഷണം കഴിച്ചാൽ മതി. ഇത് ഉറപ്പായിട്ടും കുറേ. എൻ്റെ പൊന്നു മോളെ, എൻ്റെ കാലിൻ്റെ വിരൽ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഷുഗർ കാരണം. ഈ ഷുഗറിൻ്റെ കൂടെ പുള്ളിക്കാരിക്ക് യൂറിക് ആസിഡ് ഉണ്ടായിരുന്നു പറഞ്ഞു. എവിടെയോ ഉള്ളൊരു വൈദ്യം പറഞ്ഞു കൊടുത്ത ഒരു മരുന്നാന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു മോനെ, 45 ദിവസം കൊണ്ട് എൻ്റെ കാലിൻ്റെ വിരൽ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് സുഖപ്പെട്ടെന്ന് പറഞ്ഞു. ഈ ഒരു മരുന്ന് മാത്രം കഴിച്ചാന്ന് പറഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. നമുക്കറിയില്ലാത്തൊരു കാര്യം വേറൊരാൾ പറയുമ്പോൾ നമ്മളത് അംഗീകരിക്കുകയും നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പം ഇതും കൂടെ ഞാൻ ആ കീഴാർനെല്ലിയുടെ പറഞ്ഞത് കൂടാതെ നിങ്ങൾ ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഒറ്റമൂലിയും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ 1-2 ഒറ്റമൂലി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമാവില്ല. എളുപ്പം എന്ന് പറയാം. നമ്മൾ കുളിക്കുന്നവർ, ചിലപ്പം വാതമുള്ളവർ, ഉപ്പൂറ്റി വേദന, ശരീരം വേദന, ഈ ജോയിൻറ്റുകളിൽ കൂടെ ഇങ്ങനെ നീർക്കെട്ടൊക്കെ ഉണ്ടാകിയാലേ അവരെന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും പച്ചവെള്ളത്തിൽ കുളിക്കത്തില്ലല്ലോ. വെള്ളം അടുപ്പേ വെച്ച് തിളപ്പിക്കാൻ വെക്കുമ്പം തന്നെ 2 ചിരട്ട, അതായത് കണ്ണൻ ചിരട്ടയല്ല, 3 ചിരട്ട, 2 3 ഇട്ടോളുക. ഇതിട്ട് വെള്ളം തിളപ്പിക്കുക. അല്ലെങ്കിൽ ഉതി ഉണ്ടെങ്കിൽ ഉതിയിട്ട് വെള്ളം തിളപ്പിച്ചാലും വളരെ നല്ലതാണ്. ആ കൂട്ടത്തിലുണ്ടല്ലോ നമ്മുടെ കൊടിയിലയില്ലേ, കൊടിയുടെ ഇല, ഒരു 5-6 കൊടിയില പറിച്ചിടുക. പിന്നെ പനിക്കൂർക്ക ഇല ഇടുക, പിന്നെ പ്ലാവിൻ്റെ ഇല, പിന്നെ മാവിൻ്റെ ഇല, പിന്നെ ഇങ്ങോട്ട് കാപ്പിയില ഇല്ല, ഞങ്ങൾ ഇടുക്കിയിലൊക്കെയാണ് കാപ്പിയുടെ ഇലയും കൂടി ഇടും. അത് പിന്നെ വാതക്കൊടിയിലെന്നും പറഞ്ഞൊരു കൊടിയിലയുണ്ട്, അതറിയാമോ നിങ്ങൾക്ക്? വാതക്കൊടിയില നിലത്തൂടി ഇങ്ങനെ പടർന്ന് കിടക്കും വള്ളിയായിട്ട്, എന്നിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ വട്ടമില. പിന്നെ മയിലെള്ളിൻ്റെ ഇല, ഇത്രയും ഇട്ട് വെള്ളം തിളപ്പിച്ച് നിങ്ങളൊരു 7 ദിവസം ഒന്ന് കുളിച്ച് നോക്കിക്കുക. അപ്പോൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ദേഹം ആ സകലം മുറിവെണ്ണ പയ്യെ ഇങ്ങനെ തൂത്ത് തടവി കൊടുക്കണം. താഴേന്ന് മുകളിൽ നിന്ന് താഴോട്ടല്ല കേട്ടോ, താഴേന്ന് ഇങ്ങനെ മേളിലോട്ട് വേണം ഇങ്ങനെ തടവി കൊടുക്കാം. വീട്ടിൽ ആരെങ്കിലും ഉണ്ട്, ആരെ കൊണ്ടെങ്കിലും ഒന്ന് തടവിച്ചാലും വളരെ നല്ലതാണ്. ശരീരവേദനയ്ക്കും ജോയിന്റ് വേദനയ്ക്കും നീർക്കെട്ടിനും എല്ലാത്തിനും നല്ലൊരു പ്രതിവിധിയാകട്ടോ. ഈ പറയപ്പെടുന്ന ഇലയൊന്നുമില്ലേലും വിഷമിക്കേണ്ടെന്നേ. നമ്മുടെ ചിരട്ട മാത്രം, ഈ ചുവടുമുറി ചിരട്ട മാത്രം ഒരു 3 വിട്ട് തിളപ്പിച്ച് ഈ മുറിവെണ്ണ തേച്ച് കുളിച്ചാലും മാത്രം മതി കേട്ടോ. ഭയങ്കര എഫക്റ്റ് ആകട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളോട് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു തരാവേ. രാവിലെ നിങ്ങൾ വന്ന വഴി തന്നെയുണ്ടല്ലോ, ഈ ചായയും കാപ്പിയും ഒന്നും കുടിക്കരുത് കേട്ടോ. ലൈറ്റായിട്ട് ഉപ്പിട്ടിട്ട്, അതായത് ഞാൻ നിങ്ങളോട് നേരത്തെയും പറഞ്ഞു തന്നിരുന്നു, ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾക്ക് ഞാൻ അത്യാവശ്യമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി വണ്ണം കുറയാനായിട്ട് സിമ്പിളായിട്ട് എന്തെങ്കിലും പറഞ്ഞു തരാമോ, മെഡിസിൻ മേടിക്കാനോ മറ്റോ എന്നുള്ളതിൻ്റെ ഒന്നും പുറകെ പോകാൻ പറ്റാത്തത് കൊണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയുകയാണ്, ഇന്നത്തെ കാലത്ത് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ഒരു ഇഷ്ടം പോലെയുണ്ട്. അല്ലേ തന്നെ ഇറച്ചിയും മീനും മുട്ടയും പാലും നമ്മളെപ്പോഴും കൊഴുപ്പുള്ള
ആഹാരമാണ് കഴിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വൈകിട്ട് കിടക്കാൻ നേരത്ത് ഇത്രയും മാത്രം ചെയ്താൽ മതി കേട്ടോ. ഒരു സവോള എടുക്കുക, തീരെ ചെറിയ ഒരു സവോളയാണെങ്കിൽ അത് എടുത്തോളുക. അതല്ല വലുതാണെങ്കിൽ മുറിച്ചിട്ട് ഒരു ഭാഗം മാത്രം എടുക്കുക. 3 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി എടുക്കുക, 3 അല്ലി എന്ന് വെച്ചിട്ട് വെളുത്തുള്ളിയുടെ അല്ലി പൊളിച്ച് കളയുക. സവോള ചെറുതായിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പാകത്തിന് അരിഞ്ഞിട്ട് ഈ വെളുത്തുള്ളിയും ഓരോ വെളുത്തുള്ളിയും ഈ സവോള അരിഞ്ഞും കൂടെ കൂട്ടി നിങ്ങൾ ചവച്ചരച്ച ഈ 3 വെളുത്തുള്ളിയും തിന്ന് തീർക്കുക. എന്നിട്ട് ചെറു ചൂടുവെള്ളം കൂടെ കുടിച്ചേച്ചിട്ട് നിങ്ങൾ കിടന്ന് നോക്കിയോ. സത്യമായിട്ട് ഞാൻ പറയാം, 1 മാസം കൊണ്ട് നിങ്ങൾ കുറഞ്ഞത് 4 കിലോ എങ്കിലും കുറയും കേട്ടോ. എനിക്ക് ഇത്രയും വണ്ണം വേണ്ടോണ്ടാകട്ടോ ഞാൻ എൻ്റെ വണ്ണം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് കൊള്ളുകയില്ലെന്ന് എല്ലാവരും പറഞ്ഞു. ഞാനൊന്ന് ഡയറ്റ് ചെയ്ത് നന്നായിട്ട് കുറച്ചതാണ്. അപ്പോൾ എൻ്റെ കണ്ണെല്ലാം ഇങ്ങനെ കൊഴിഞ്ഞ് കണ്ണിൻ്റെ അടിയെല്ലാം കാർത്ത് ഭയങ്കര വികൃതമായിപ്പോയി. അതുകൊണ്ട് എനിക്ക് ഇത്തിരി വണ്ണം ഉള്ളതാണ് നല്ലത്. അപ്പോൾ എൻ്റെ വണ്ണം നിങ്ങൾ ആരും നോക്കണ്ട, ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്ത് നോക്കിയോ, ഫലം ഉറപ്പാകട്ടോ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. ടാറ്റാ ബൈ ബൈ. ഓക്കേ.